പരോളിൽ ഇറങ്ങിയാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് ഈ കുറ്റവാളികളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ പറയുന്നത്. എന്നാൽ CPM പ്രവർത്തകരായാൽ നിയമവും ചട്ടവും ബാധകമാകില്ലേ? പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ഡിവൈഎഫ്ഐ നേതാവിന് 20 വർഷത്തേക്ക് തടവിന് കോടതി ശിക്ഷിച്ചത്. അസുഖമാണ് എന്ന് കാട്ടി പരോളിലിറങ്ങിയ നിഷാദ് കുഞ്ഞികൃഷ്ണന് എതിരായ പ്രകടനത്തിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തിരുന്നു. ഈ വിവാദങ്ങൾക്കിടയിലാണ് കേസിലെ മറ്റൊരു പ്രതി CPM പ്രവർത്തകൻ നന്ദകുമാറിന് പരോൾ അനുവദിച്ചിരിക്കുന്നത്. പരോൾ ചട്ടം ലംഘിച്ചാലും CPM പ്രവർത്തകനാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന മട്ടിലാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തി. അച്ഛന് അസുഖമാണെന്ന് കാട്ടിയാണ് അടിയന്തര പരോൾ ആദ്യം ഈ കേസിലെ പ്രതിയായ നിഷാദ് വാങ്ങുന്നത്. അങ്ങനെ വീട്ടിലെത്തുന്നു. പിന്നീട് 1 മാസത്തേക്ക് പരോൾ നീട്ടി നൽകുകയും ചെയ്തു. അതിനിടയിലാണ് കുഞ്ഞികൃഷ്ണ പാർട്ടി പുറത്താക്കുന്നത്. ആ പുറത്താക്കുന്ന പ്രകടനത്തിൽ നിഷാദ് പങ്കെടുക്കുകയും ചെയ്തു. പോലീസ് ഇതുവരെയും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജയിൽ വകുപ്പിന് കൈമാറിയിട്ടില്ല. അങ്ങനെ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമാണ് പരോൾ ചട്ടം ലംഘിച്ചതിൽ നിഷാദിനെതിരെ ജയിൽ വകുപ്പിന് നടപടി സ്വീകരിക്കാൻ കഴിയുക. ഈ വിവാദങ്ങൾ നിലനിൽക്കുകയാണ് ഈ കേസിലെ മറ്റൊരു പ്രതി TCV നന്ദകുമാർ എന്ന CPM പ്രവർത്തകന് പരോൾ അനുവദിച്ചത്. 6 ദിവസത്തെ അടിയന്തര പരോളാണ് അനുവദിച്ചത്. സമാനമായ ആവശ്യമാണ് അച്ഛന് അസുഖമെന്ന് ചൂണ്ടിക്കാട്ടി പരോളിന് അപേക്ഷ നൽകിയാണ് ഉണ്ടായത്. പോലീസ് പരോൾ അനുവദിക്കാം, അച്ഛന് അസുഖമുണ്ട് എന്ന റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരോൾ അനുവദിച്ചിട്ടുള്ളത്. 1 മാസം മാത്രമാണ് നിഷാദ് ജയിലിൽ കിടന്നത്. അതായത് 1 മാസം ജയിലിൽ കിടന്ന നിഷാദിന് 1 മാസം പരോൾ അനുവദിച്ചു. ഇപ്പോൾ നന്ദകുമാർ 2 മാസത്തോളമാണ് ജയിലിൽ കിടന്നത്. ഇപ്പോൾ 6 ദിവസത്തെ പരോളും അനുവദിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം TP കേസുമായി ബന്ധപ്പെട്ട് TP കേസിലെ പ്രതികൾക്ക് അനധികൃതമായി ക്രമവിരുദ്ധമായി പരോൾ അനുവദിക്കുന്നുവെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. കാരണം TP കേസിലെ പ്രതികൾക്ക് പരോൾ മാത്രമല്ല, അവർക്ക് വിടുതൽ നൽകാനുള്ള നീക്കം കൂടി ഒരു സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് അത് വിവാദമായതിനെ തുടർന്ന് സർക്കാർ പിന്മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ CPM പ്രവർത്തകർ പ്രതികളാവുന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് അനധികൃതമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപം.